ഹലോ വെൽക്കം ബാക്ക് ടു മാസ്റ്റർ കി അക്കാദമി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ 27, 2025 നടന്ന LSTD ഫാർമസിസ്റ്റ് എക്സാംസിന്റെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ A, certain surfactant can be used as flocculating agents. ഓക്കെ, അതായത് സർഫാക്ടൻസ് നമുക്ക് സസ്പെൻഷനിൽ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പം അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സ്പാൻസ്, ട്വിൻസ് പോലുള്ള സർഫാക്ടൻസ് നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Next option, the effectiveness of an electrolyte is flocculation depend on the valence of its ions. അതായത് ഒരു ഇലക്ട്രോലൈറ്റിന്റെ എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ വാലൻസ് ഓഫ് അയോൺസ് ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഷൂൾസ് ഹാഡി റൂൾ പ്രകാരം ഹയർ വാലൻസ് അയോൺസ് മോർ എഫക്റ്റീവ് ഫ്ലോക്കുലന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോലൈറ്റിന്റെ എഫക്റ്റീവ്നെസ് അതിന്റെ വാലൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി നോക്കിയേ, സെഡിമെന്റ് ഈസ് ഫോംഡ് റാപ്പിഡ്ലി ഇൻ ദ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനിൽ സെഡിമെന്റ് ഈസി ആയിട്ട് ഫോം ചെയ്യുകയും നമുക്ക് ഈസി ആയിട്ട് റീഡിസ്പേഴ്സ് ചെയ്യാനും പറ്റും. സോ ഓപ്ഷൻ സിയും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി, ഇലക്ട്രോലൈറ്റ് ആഡഡ് ആസ് ഫ്ലോക്കുലന്റ് ഷുഡ് ഹാവ് ദ സെയിം ചാർജ് ആസ് ദാറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ്സ് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിപ്പൽസീവ് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. റിപ്പൽസീവ് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഫ്ലോക്കുലേഷൻ നടക്കുകയും ചെയ്യും. സോ അവിടെ ഇലക്ട്രോലൈറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രോലൈറ്റ് ആഡ് ആസ് ഫ്ലോക്കുലന്റ് ഷുഡ് ഹാവ് ദ സെയിം ചാർജ് ആസ് ദാറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിഫ്യൂസിബിൾ സോളിഡ് എമംഗ് ദ ഫോളോയിങ്. നമ്മുടെ മാസ്റ്റർ കി അക്കാദമിയുടെ ലൈവ് ക്ലാസ്സസിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സിന്റെ അതുപോലെ തന്നെ ഡിഫ്യൂസിബിൾ സോളിഡ്സിന്റെയും എക്സാമ്പിൾ. റുബാർബ് പൗഡർ, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, കവോലിൻ, കലാമിൻസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കലാമിൻ ആണ് വരിക. ഓപ്ഷൻ ഡി കലാമിൻ. ഓപ്ഷൻ ഡി കലാമിൻ ഒരു ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് ആണ്. കലാമിൻ, ഹൈഡ്രോകോർട്ടിസോൺ, precipitate സൾഫർ, സിങ്ക് ഓക്സൈഡ്, ആസ്പിരിൻ, ആരോമാറ്റിക് ചോക്ക് പൗഡർ, ഫീനോബാർബിറ്റോൺ ഇതൊക്കെയാണ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സിന് എക്സാമ്പിൾ. ഡിഫ്യൂസിബിൾ സോളിഡ്സിന് എക്സാമ്പിൾ ആണ് കാൽഷ്യം കാർബണേറ്റ്, ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, റുബാർബ് പൗഡർ ആൻഡ് ലൈറ്റ് കവോലിൻ. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. Next question, dicalcium phosphate in toothpaste serve as. ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ പ്രോഡക്ട്സ് ഇതില് ഡൈകാൽഷ്യം ഫോസ്ഫേറ്റ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിറ്റർജന്റ്, ഓപ്ഷൻ ബി പോളിഷിംഗ് ഏജന്റ്, ഓപ്ഷൻ സി പ്രിസർവേറ്റീവ്, ഓപ്ഷൻ ഡി ഹ്യൂമക്ടന്റ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പോളിഷിംഗ് ഏജന്റ് ആണ്. പോളിഷിംഗ് ഏജന്റ് അഥവാ അബ്രാസീവ് ഏജന്റ്സ് എന്ന് പറയാം അല്ലെ. എന്താണ് ഈ അബ്രാസീവ് ഏജന്റ് അല്ലെങ്കിൽ പോളിഷിംഗ് ഏജന്റ്സ് ചെയ്യുന്നത്? നമ്മുടെ ടീത്തിന് ഡീകേ ഒന്നും വരാതെ തന്നെ അല്ലെങ്കിൽ ഡാമേജ് ഒന്നും വരാതെ തന്നെ റെസിജ്വൽ സ്ട്രെയിൻസിനെ റിമൂവ് ചെയ്യുകയും ഡെബ്രിസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ഏജന്റ്സിനെയാണ് നമ്മൾ അബ്രാസീവ് ഏജന്റ്സ് അല്ലെങ്കിൽ പോളിഷിംഗ് ഏജന്റ്സ് എന്ന് പറയാം. ഡൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലാതെ ഇതിന് എക്സാമ്പിൾ വരുന്നത് precipitated calcium carbonate, calcium phosphate, calcium pyrophosphate, magnesium trisilicate and hydrated aluminas ആണ് other examples. Next question, pick out the wrong statement. Oily suspension cannot be given by IM route. Oily solution can be given by IM route. Intrathecal injections are injected into the subarachnoid space. Intrathecal injection should be ഐസോട്ടോണിക്. ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
അതായത് ഓയിലി സസ്പെൻഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, IM റൂട്ടിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യാം. ബോത്ത് അക്വ സൊല്യൂഷനും അതുപോലെ തന്നെ ഓയിലി സൊല്യൂഷനും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു റൂട്ടാണ് IM റൂട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് അവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് വരിക. Next question, among the following, the preservative concentration allowed in eye drop is lowest for. അതായത് ഐ ഡ്രോപ്സിൽ നമ്മൾ ഡിഫറെന്റ് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ക്ലോർ ബ്യൂട്ടനോള്, ക്ലോർ ഹെക്സഡിൻ അസറ്റേറ്റ്, ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ്. കാരണം ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് അല്ലെങ്കിൽ ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ 0.002 വരിക. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ആണെങ്കിലോ 0.01 വരും. ക്ലോർ ഹെക്സഡിൻ അസറ്റേറ്റ് ആണെങ്കിലും 0.01 വരും. സോ ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുന്നത് ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് അല്ലെങ്കിൽ ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ്, അതായത് 0.002 കോൺസെൻട്രേഷൻ ആണ് അവയ്ക്ക് വരിക. Next question, surgical powders are sterilized by moist heat sterilization, dry heat sterilization, tindalization, moist heat in the presence of a bactericide. അപ്പം സർജിക്കൽ പൗഡേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അതായത് ഫിക്സഡ് ഓയിൽസ് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസ്, അതുപോലെ തന്നെ പൗഡേഴ്സ്, എക്സാമ്പിൾ പറഞ്ഞാൽ സൾഫസെറ്റമൈഡ്, സൾഫ ഡയാസിൻസ്, കവോലിൻ, ടാൽക്ക്, സിങ്ക് ഓക്സൈഡ്, സ്റ്റാർച്ച്, ഇവയെല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. Next question, in an autoclave, water boils at a temperature. Okay, ഒരു ഓട്ടോക്ലേവില് വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതിന് കാരണം എന്താണ്? കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അവിടെ കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. 15 LBS പ്രഷറിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ എപ്പോഴും 121 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി 10 LBS പ്രഷർ ആണെങ്കിലോ 115 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏതൊരു കേസിലാണെങ്കിലും 100 ഡിഗ്രി സെൽഷ്യസ് എബോവ് ആണ് വരുന്നത്. ഇനി സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 374 ഡിഗ്രി സെൽഷ്യസ് ആവുന്നതിനെയാണ് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following cannot be used for the sterilization of packed material? പാക്ഡ് മെറ്റീരിയലിനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു മെത്തേഡ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഹൈ സ്പീഡ് ഇലക്ട്രോൺസ്, ഗാമ റേസ്, അൾട്രാ വയലറ്റ് റേസ്, എക്സ് റേസ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി, UV റേസ് ആണ്. കാരണം UV റേസിന് പെനട്രേഷൻ പവർ കുറവാ വരാം. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യുന്നതിന് മുമ്പെയാണ് നമ്മൾ UV റേസ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പാക്ഡ് മെറ്റീരിയൽസിന് ഒരിക്കലും നമുക്ക് UV റേസ് പറ്റില്ല. അതിന് നമുക്ക് എക്സ് റേസോ ഗാമ റേസോ വേണം പാക്ഡ് മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് ദ എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയാണ്? ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ വരും അല്ലെ. ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിലെ എഥിലീൻ ഓക്സൈഡിന്റെ അഡ്വാൻറ്റേജ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് പ്രോസസ്, നോ ഹസാർഡ് ഓഫ് ഇൻഫ്ലേമബിലിറ്റി, ഇൻഎക്സ്പെൻസീവ് ആൻഡ് ലോ റണ്ണിംഗ് കോസ്റ്റ്, ഡസ് നോട്ട് ഡാമേജ് ദ മോയ്സ്ചർ സെൻസിറ്റീവ് സബ്സ്റ്റൻസ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡാമേജ് മോയ്സ്ചർ സെൻസിറ്റീവ് സബ്സ്റ്റൻസ് എന്നുള്ളതാണ്. കാരണം ഈ എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ഒരു സ്ലോ പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇത് ഹൈലി ഇൻഫ്ലേമബിളും ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഡൈക്ലോറോ ഡൈഫ്ലോറോ മീഥൈൻ ആയിട്ടോ ഒക്കെ കമ്പൈൻ ചെയ്താണ് ഇത് യൂസ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ എക്സ്പെൻസീവും ആണ്. സോ ആദ്യത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസിൽ പറയാം. 10th question, air entrapment among the granule during compression may lead to.
ഓക്കെ, നമ്മൾ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത്, ഗ്രാനുവലിനെ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് എയർ എൻട്രാപ്മെന്റ് വന്നാൽ ടാബ്ലറ്റിലെ ഏത് ഡിഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്യാപ്പിംഗ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാബ്ലറ്റിന്റെ മുകളിലോ താഴിലോ ഉള്ള പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയാ. ഈ ക്യാപ്പിങ്ങും അതുപോലെ തന്നെ ലാമിനേഷനും എയർ എൻട്രാപ്മെന്റും മൂലം ഉണ്ടാവുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. എന്താണ് ലാമിനേഷൻ എന്ന് പറഞ്ഞാല്? അതായത് ടാബ്ലറ്റ്സ് രണ്ടോ മൂന്നോ ലെയർ ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നതിനെയാണ് ലാമിനേഷൻ എന്ന് പറയുന്നത്. ബോത്ത് ആർ occur during air entrapment among the granules during compression. Next question, the disintegration time limit for the conventional sugar coated tablets. ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സിന്റെ ഡിസൻറ്റഗ്രേഷൻ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. 60 minutes, 30 minutes, 15 minutes, 5 minutes. The correct answer is option A, 60 minutes വരും അല്ലെ. അതായത് 1 hour ആണ് നമ്മുടെ ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സിന്റെ ഡിസൻറ്റഗ്രേഷൻ ടൈം എന്ന് പറയുന്നത്. 30 minutes എന്തിന്റെയാണ്? ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സിന്റെ ആണ് 30 minutes വരിക. ദെൻ 5 minutes വരുന്നതോ എഫർവസൻ ടാബ്ലറ്റ്സിന്റെ ആണ് 5 minutes വരിക. 15 minutes വരിക അൺകോട്ടഡ് ടാബ്ലറ്റ്സിന്റെ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 60 minutes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോളിമർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എൻഡറിക് കോട്ടിംഗ്. നമ്മൾ എൻഡറിക് കോട്ടിംഗിൽ യൂസ് ചെയ്യുന്ന പോളിമർ ഏതാണ്? മീഥൈൽ ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലുലോസ്, povidone, polyvinyl acetate phthalate, polyethylene glycols. The correct answer is option C, polyvinyl acetate phthalate ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം നമ്മൾ എൻഡറിക് കോട്ടിംഗിൽ യൂസ് ചെയ്യുന്ന ഏജൻസുകളാണ് സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ്, അതുപോലെ തന്നെ ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് താലേറ്റ്, പോളിവിനൈൽ അസറ്റേറ്റ് താലേറ്റ്, പിന്നെ അക്രിലേറ്റ് പോളിമേഴ്സ് അതായത് യൂട്രാഗ്രിറ്റ് എല്, യൂട്രാഗ്രിറ്റ് എസും ഒക്കെ. ഇതൊരു GPAT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. യൂട്രാഗ്രിറ്റ് എല് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന്. അപ്പം അത് എൻഡറിക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്ത്? യൂട്രാഗ്രിറ്റ് എല്ലൊക്കെ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ അപ്പോൾ പോളിവിനൈൽ അസറ്റേറ്റ് താലേറ്റ് വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മൾ ഫിലിം കോട്ടിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്, ഈഥൈൽ സെല്ലുലോസ്, പൊവിഡോൺ പോലുള്ള ഏജൻസുകൾ. Next question. After compression in a conventional tableting machine. ഒരു കൺവെൻഷണൽ ടാബ്ലറ്റ് മെഷീനിൽ കംപ്രഷന് ശേഷം അപ്പർ പഞ്ചും ലോവർ പഞ്ചും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Upper punch remains stationary and lower punch moves up. Upper punch remains stationary and lower punch drops down. Upper and lower punches moves down. Upper punch and lower punch move up. The correct answer is option D. Upper punch and lower punch move up. ഇതിന്റെ ശരിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പർ പഞ്ച് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് ആ ഒരു പ്രഷർ റിലീസ് ചെയ്യാനും അതുപോലെ ഡൈയിൽ നിന്ന് അത് റിലീസ് ആവാനും വേണ്ടിയിട്ടാണ് അപ്പർ പഞ്ച് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി ലോവർ പഞ്ച് എന്തിനാണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്? നമ്മുടെ കംപ്രസ്ഡ് ടാബ്ലറ്റിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോവർ പഞ്ച് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് സൈസ് ഓഫ് ദ ക്യാപ്സ്യൂൾ ഷെല്ല്. നമ്മുടെ ക്യാപ്സ്യൂൾ സെല്ലിന്റെ സ്മോളസ്റ്റ് സൈസ് എന്ന് പറയുന്നത് സൈസ് 5 വരും അല്ലെ. ഓപ്ഷൻ സി, ദ ലാർജസ്റ്റ് ക്യാപ്സ്യൂൾ സൈസ് ഏതാണ്? ഓപ്ഷൻ എയിൽ വരുന്ന സൈസ് 000 ആണ് ലാർജസ്റ്റ് ക്യാപ്സ്യൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡിയലി ദ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ഷെൽ ഷുഡ് കണ്ടെയ്ൻ ഡാഷ് പെർസെന്റേജ് ഓഫ് ദ മോയ്സ്ചർ. നമ്മുടെ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസിന്റെ മോയ്സ്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 to 5, 12 to 15, 1 to 2, 25 to 30. The correct answer is option B, 12 to 15 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇനി സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആണ് ചോദിച്ചിരുന്നെങ്കിൽ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് വരുന്നത് 6 to 10% ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബ്ലൂം സ്ട്രെങ്ത് ഉണ്ട്. 150 to 250 ഗ്രാം ആണ് ബ്ലൂം സ്ട്രെങ്ത് പറയുന്നത്. ദെൻ വിസ്കോസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. 25 to 45 millipoise ആണ് നമ്മുടെ ക്യാപ്സ്യൂൾസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വിസ്കോസിറ്റി എന്ന് പറയുന്നത്.
Next question, pick out the correct statement. The maximum quantity of eye ointment that can be packed in a single container is 5 gram. Test for sterility is not mandatory for eye ointment. Eye ointment should not contain antioxidant. Eye ointment should not contain preservative. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ദ ഐ ഓയിൻമെന്റ് ദാറ്റ് ക്യാൻ ബി പാക്ഡ് ഇൻ എ സിംഗിൾ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏകദേശം 5 ഗ്രാം വരും. മറ്റുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. കാരണം എന്താണ്? ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ എല്ലാം തന്നെ മാൻഡേറ്ററി ആണ്. പിന്നെ ഐ ഓയിൻമെന്റ്സിൽ ആന്റി ഓക്സിഡൻസ് കാണില്ല എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ. കാരണം എന്താണ്? ആ ഒരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റി ഓക്സിഡൻസ് അവിടെ മസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് വരിക. അതുപോലെ തന്നെ ഐ ഓയിൻമെന്റ്സിൽ പ്രിസർവേറ്റീവ്സും നിർബന്ധമാണ്. കാരണം ചില ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്, അതായത് സിംഗിൾ യൂസിൽ വരുന്നതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ്സിന്റെ ആവശ്യം ഇല്ലായിരിക്കാം. പക്ഷെ ഐ ഓയിൻമെന്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു വട്ടം ഓപ്പൺ ചെയ്ത് പിന്നെയും ക്ലോസ് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നതാണ് അല്ലെ. സോ മൈക്രോബിയൽ അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സിന്റെയും ആവശ്യം അവിടെ വരുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Next question, the pH range of the dextrose injection. Dextrose injectionന്റെ pH range ആണ് ചോദിച്ചിരിക്കുന്നത്. Dextrose injectionന്റെ pH range എന്ന് പറയുന്നത് 3.5 to 6.5 റേഞ്ചിൽ വരും. അതായത് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ 4.5 വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഹൈഡ്രസ് ഡെക്സ്ട്രോസ് ആണെങ്കിൽ USP പ്രകാരം 50 mgയും പിന്നെ വാട്ടർ ഫോർ ഇഞ്ചക്ഷനും ആണ് വരുന്നത്. അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is an antiperspirant? ഒരു ആന്റിപെർസ്പിറന്റ്. എന്താ ആന്റിപെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ദ സബ്സ്റ്റൻസ് ഹാവിംഗ് ആസ്ട്രിഞ്ചന്റ് ആക്ഷൻസ് അല്ലെ. അതായത് നമ്മുടെ സ്കിൻ പ്രോട്ടീൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന് കൊയാഗുലേഷൻ സംഭവിച്ച് സ്വെറ്റ് ഗ്ലാൻസിന്റെ ഓപ്പണിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ആന്റിപെർസ്പിറന്റ് എന്ന് പറയുക. അതിനൊരു എക്സാമ്പിൾ ആണ് അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് ആന്റിപെർസ്പിറന്റ് ആയിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഡിയോഡറന്റ് ആയിട്ടും ആക്ട് ചെയ്യും. എന്താണ് ഡിയോഡറന്റിന്റെ പ്രത്യേകത? ഡിയോഡറന്റിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോബ്സിന്റെ പ്രസൻസ് ആണ് ആ ഒരു ബാഡ് ഓഡറിന് കാരണം അല്ലെ. സോ മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യുന്ന ഏജന്റിനെയാണ് നമ്മൾ ഡിയോഡറന്റ് എന്ന് പറയാ. സോ അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് ഒരു ഡിയോഡറന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ആന്റിപെർസ്പിറന്റും ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ആന്റിപെർസ്പിറന്റിന്റെ ഐഡിയൽ ക്വാളിറ്റിയിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് pH. ഏകദേശം 4 to 4.5 pHലുള്ള ആന്റിപെർസ്പിറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Next question, which among the following is not an ingredient of liquid paraffin emulsion IP? Vanillin, glycerin, chloroform water, sodium benzoate. The correct answer is option B, glycerin. Liquid paraffin emulsionൽ ഇല്ലാത്ത ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. ബാക്കി എല്ലാം തന്നെ, അതായത് എമൾസിഫൈങ് ഏജന്റ് ആയിട്ട് നമ്മൾ അക്കേഷ്യ ഗമ്മോ മീഥൈൽ സെല്ലോസോ യൂസ് ചെയ്യും. വാനിലിൻ ഇവിടെ നമ്മുടെ ഒരു ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. അതുപോലെ തന്നെ സോഡിയം ബെൻസോയേറ്റ് ഇതൊരു എന്താ പറയാ ആന്റി മൈക്രോബിയൽ ഏജന്റ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോഡിയം ബെൻസോയേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a cationic emulsifying agent? ഒരു കാറ്റോണിക് എമൾസിഫൈങ് ഏജന്റ് അല്ലാത്തത് ഏത്? സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ട്രൈ എഥനോൾ അമീൻ സ്റ്റിയറേറ്റ്, ബെൻസിത്തോണിയം ക്ലോറൈഡ്. The correct answer is option C, triethanol amine stearate. ഇതെന്ന് പറയുന്നത് ഒരു ആനിയോണിക് എമൾസിഫൈങ് ഏജന്റ് ആണ് അല്ലെ. ബാക്കി എല്ലാം തന്നെ, അതായത് സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ബെൻസിത്തോണിയം ക്ലോറൈഡ് ഇതെല്ലാം ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ they all are cationic emulsifying agent. Next question, the antibiotic not produced by the genus Streptomyces. Streptomyces ജീനസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ആന്റിബയോട്ടിക് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? നിയോമൈസിൻ, ജെൻഡാമൈസിൻ, എരിത്രോമൈസിൻ, ആംഫോടെറിസിൻ. The correct answer is option B, ജെൻഡാമൈസിൻ.
നിയോമൈസിൻ ആണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിസ് ഫ്രാഡിയെ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എറിത്രോമൈസിസ് ആണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിസ് എറിത്രിയസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആംഫോടെറിസിൻ ബി ആണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിസ് നൊഡോസിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജെൻഡാമൈസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോ മോണോസ്പോറ പർപ്യൂറെ ആണ് ജെൻഡാമൈസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ആന്റി മലേറിയൽ ഡ്രഗ്സ് എക്സെപ്റ്റ്. താഴെ പറയുന്നതിൽ ആന്റി മലേറിയൽ ഡ്രഗ് അല്ലാത്തതേത്? പൈറസിനമൈഡ്, പ്രിമാക്വിൻ, പൈറിമെഥമിൻ, പ്രൊഗ്വാനിൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പൈറാസിനമൈഡ്. പൈറാസിനമൈഡ് എന്ന് പറയുന്നത് ഒരു ആന്റി ട്യൂബർകുലാർ ഡ്രഗ് ആണ്. മറ്റുള്ളതെല്ലാം തന്നെ എന്താണ്? ആന്റി മലേറിയൽ ഡ്രഗിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിബ്രിയം ഈസ് ദ ട്രേഡ് നെയിം ഓഫ് ക്ലോർപ്രോമസിൻ, പ്രൊക്ലോർപെറാസിൻ, ട്രൈഫ്ലൂപെറാസിൻ, ക്ലോർഡയാസ്പോക്സൈഡ്. ലിബ്രിയം എന്ന് പറയുന്നത് ക്ലോർഡയാസ്പോക്സൈഡ് ഓപ്ഷൻ ഡിയുടെ ബ്രാൻഡ് നെയിം ആണ്. ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു എ ഡയസപ്പാം ഡ്രഗ്. ഒരു ഡയസപ്പാം അല്ല, ബെൻസോ ഡയസപ്പിൻ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് ആണ് ക്ലോർഡയാസ്പോക്സൈഡ്. ഇനി ക്ലോറോപ്രമാസിൻ ഒരു ആന്റിസൈക്കോട്ടിക് ആണ്. അതിന്റെ ട്രേഡ് നെയിം വരുന്നത് ലാർഗാക്റ്റിൽ, തൊറാസിൻ ഒക്കെയാണ് അതിന്റെ ബ്രാൻഡ് നെയിം വരുന്നത്. പ്രൊക്ലോർപെറാസിൻ ആന്റി എമിറ്റിക് ആണ്, അതുപോലെ തന്നെ ആന്റിസൈക്കോട്ടിക് ആണ്. ട്രേഡ് നെയിം വരുന്നത് കോമ്പസിൻ. ട്രൈഫ്ലൂപെറാസിനും ഒരു ആന്റിസൈക്കോട്ടിക് ആണ്. അതിന്റെ ട്രേഡ് നെയിം വരുന്നത് സ്റ്റെലാസിൻ ആണ് ട്രേഡ് നെയിം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ കോളിൻ എസ്റ്ററേസ് റിയാക്ടിവേറ്റർ. താഴെ പറയുന്നതിൽ ഒരു കോളിൻ എസ്റ്ററേസ് റിയാക്ടിവേറ്റർ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? പിരിഡോസ്റ്റിക്മിൻ, പ്രാലിഡോക്സിൻ, പൈലോകാർപ്പിൻ, ഫൈസോസ്റ്റിക്മിൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രാലിഡോക്സിൻ. പ്രാലിഡോക്സിൻ ആണ് ഒരു കോളിൻ എസ്റ്ററേസ് റിയാക്ടിവേറ്റർ വരാം. ഇനി പിരിഡോസ്റ്റിക്മിനും ഫൈസോസ്റ്റിക്മിനും ഒക്കെ എന്താ വരിക? ആന്റി കോളിനെസ്റ്ററൈസ് ആണ് അല്ലെ? അതും റിവേഴ്സിബിൾ ആന്റി കോളിനെസ്റ്ററൈസിന് എക്സാമ്പിൾ ആണ് പിരിഡോസ്റ്റിക്മിനും ഫൈസോസ്റ്റിക്മിനും. ഇനി പൈലോകാർപ്പിനോ, ഇറ്റ് ഈസ് എ കോളിനർജിക് അഗോണിസ്റ്റ്. കോളിനർജിക് അഗോണിസ്റ്റിൽ തന്നെ ആൽക്കലോയിഡ്സിൽ വരുന്നതാണ് പൈലോകാർപ്പിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി നിയോപ്ലാസ്റ്റിക് ആന്റിബയോട്ടിക്. താഴെ പറയുന്നതിൽ ഒരു ആന്റി നിയോപ്ലാസ്റ്റിക് ആന്റിബയോട്ടിക് ഏതാണ്? ലിങ്കോമൈസിൻ, സ്പെക്ടിനോമൈസിൻ, ഡാക്ടിനോമൈസിൻ, വാൻഗോമൈസിൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡാക്ടിനോമൈസിൻസ്. ആന്റി നിയോപ്ലാസ്റ്റിക് ഏജൻസ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന ആന്റിബയോട്ടിക്സ് ആണ് ഡാക്ടിനോമൈസിൻ, ഡോണോറൂബിസിൻ, ഡോക്സോറൂബിസിൻ ആൻഡ് ബ്ലിയോമൈസിൻസ്. ക്വസ്റ്റ്യൻ, the calcium compound used topically in the treatment of burns by hydrofluoric acid. ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ബേൺ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു കാൽഷ്യം കോമ്പൗണ്ട്, നമ്മൾ ടോപ്പിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൽഷ്യം കോമ്പൗണ്ട് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? കാൽഷ്യം ലാക്ടേറ്റ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഗ്ലൂക്കണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കാൽഷ്യം ഗ്ലൂക്കണേറ്റ്. കാരണം ഈ കാൽഷ്യം ഗ്ലൂക്കണേറ്റ് നമ്മുടെ ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. കാൽഷ്യം അയോൺസ് ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോൺ ടോക്സിക് ആയിട്ടുള്ള കാൽഷ്യം ഫ്ലൂറൈഡ് ഫോം ചെയ്യും. ഈ ഒരു കാൽഷ്യം ഫ്ലൂറൈഡ് നമ്മുടെ ഫ്ലൂറൈഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡീപ് ടിഷ്യൂ ഡാമേജ് പ്രിവെന്റ് ചെയ്യുകയും സിസ്റ്റമിക് ടോക്സിസിറ്റി പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കൽ പ്രിപ്പറേഷൻസ്. അതും 2.5% ജെല്ലാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറ്. കാൽഷ്യം ഗ്ലൂക്കണേറ്റിന്റെ മറ്റൊരു യൂസ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സിന്റെ എക്സസീവ് ഡോസ് വരുമ്പോഴത്തേക്കിന് നമുക്ക് അവിടെ ഒരു എന്താ പറയാ അഡ്ജക്റ്റീവ് ഏജന്റ് ആയിട്ട് അഡ്ജക്റ്റീവ് യൂസ് വരുന്നുണ്ട് കാൽഷ്യം ഗ്ലൂക്കണേറ്റിന്. Next question, the substance added as a stabilizer for aqueous solution of mild silver protein. Sodium benzoate, കവോലിൻ, ബെൻഡോണൈറ്റ്, ഡൈസോഡിയം കാൽഷ്യം ഈഡിറ്റേറ്റ്. ഏത് സബ്സ്റ്റൻസ് ആണ് നമുക്ക് മൈൽഡ് സിൽവർ പ്രോട്ടീനിൽ ഒരു സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡൈസോഡിയം കാൽഷ്യം ഈഡിറ്റേറ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. Next question, the concentration of iodine in strong iodine solution IP is. നമ്മുടെ
സ്ട്രോങ് അയഡിൻ സൊല്യൂഷനിൽ വരുന്ന അയഡിന്റെ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 2% weight by volume, 5% weight by volume, 6% weight by volume, 10% weight by volume. The correct answer is option D, 10% weight by volume. Aqueous iodine solution ആണെങ്കിൽ 5% weight by volume ആണ് അയഡിന്റെ കോൺസെൻട്രേഷൻ വരിക. വീക്ക് അയഡിൻ സൊല്യൂഷൻ ആണെങ്കിൽ 2% ആണ് അയഡിന്റെ കോൺസെൻട്രേഷൻ വരിക. സ്ട്രോങ് അയഡിൻ ആണെങ്കിൽ 10% വരും. ആൻഡ് അയഡിൻ ടിങ്ചർ ആണെങ്കിലോ 2% weight by volume അയഡിനും 2.4% സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അയഡൈഡും വരും. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാർട്ടാർ എമിറ്റിക് ഈസ്. ഓക്കെ, ടാർട്ടാർ എമിറ്റിക് എന്തിന്റെ കോമൺ നെയിം ആണ്? സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്, ആന്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ്, സെലീനിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്, അലൂമിനിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആന്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ഈ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് എന്താണ്? ഇറ്റ് ഈസ് റോഷൽ സോൾട്ട് ആണ് അല്ലെ. സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റിന്റെ കോമൺ നെയിം വരിക റോഷൽ സോൾട്ട് ആണ് വരിക. ആന്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ്, ടാർട്ടാർ എമിറ്റിക്, ഇതിന്റെ മെയിൻ ഒരു യൂസ് ആണ് നമ്മുടെ ആന്റി എമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ കാല അസാർ ഡിസീസസിലും യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് കൂടിയാണ് ആന്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റിഡോട്ട് ഫോർ അയൺ പോയിസണിങ്. അയൺ പോയിസണിങ് നമ്മൾ മെയിൻ ആയിട്ട് അയൺ പോയിസണിങ്ങിൽ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെനിസിലമീൻ, ഡെക്സ്പോറിയോക്സമീൻ, EDTA, ഡൈമർകാപ്രോൾ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡെസ്ഫെറിയോക്സമീൻ. ഇനി പെനിസിലമീൻ എന്തിന്റെയാണ്? കോപ്പറിൽ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ആണ് പെനിസിലമീൻ. EDTA ആണെങ്കിൽ ആർസനിക്കിന്റെ പോയിസണിങ്ങിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡൈമർകാപ്രോൾ ആണെങ്കിൽ ഹെവി മെറ്റൽ പോയിസണിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അയൺ പോയിസണിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഡെസ്ഫെറിയോക്സമീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഈസ് ദ സിനോണിം ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ഹൈഡ്രോ അയോഡിക് ആസിഡ്, ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സിനോണിം ആണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്, അതുപോലെ മ്യൂരിയാറ്റിക് ആസിഡ്സ് പോലുള്ളവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കണ്ടന്റ് ഓഫ് ക്ലോറിൻ ഇൻ ക്ലോറിനേറ്റഡ് ലൈം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. നമ്മുടെ ക്ലോറിനേറ്റഡ് ലൈമിലെ ക്ലോറിൻ കണ്ടന്റ് മിനിമം എത്രയായിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10% weight by weight, 20% weight by weight, 30% weight by weight, 40% weight by weight. The correct answer is option C, 30% weight by weight ആണ്. ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ ആണ്. അതുപോലെ അതിന്റെ കെമിക്കൽ നെയിം എന്താ വരിക? കാൽഷ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ്. ഒരിക്കലും കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ക്ലോറിനേറ്റഡ് ലൈം ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാൽഷ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് ആണ് ഈ പറയുന്ന ക്ലോറിനേറ്റഡ് ലൈമിന്റെ കെമിക്കൽ നെയിം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഡിയം നൈട്രൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിയോളജിക്കൽ ആന്റിഡോട്ട്, മെക്കാനിക്കൽ ആന്റിഡോട്ട്, കെമിക്കൽ ആന്റിഡോട്ട്, ഫിസിക്കൽ ആന്റിഡോട്ട്. സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ ആന്റിഡോട്ട് ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. സോഡിയം നൈട്രേറ്റ് നമ്മൾ മെയിൻ ആയിട്ട് സയനൈഡ് പോയിസണിങ്ങിലാണല്ലേ യൂസ് ചെയ്യുക. സയനൈഡ് പോയിസണിങ്ങിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഹീമോഗ്ലോബിനെ മെതിമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുവഴി സയനൈഡിന്റെ ബൈൻഡിങ് നമുക്ക് അവിടെ പ്രിവെന്റ് ചെയ്യാം. സോ ഓപ്പോസിറ്റ് ഫിസിയോളജിക്കൽ ആക്ഷൻ കാണിക്കുന്ന ആന്റിഡോട്ട്സിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ ആന്റിഡോട്ട്സ് എന്ന് പറയാം. ഇതിന് മറ്റൊരു എക്സാമ്പിൾ കൂടിയുണ്ട്, അട്രോപ്പിൻ. നമ്മൾ ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ്ങിൽ യൂസ് ചെയ്യുന്ന അട്രോപ്പിൻ. ഇനി കെമിക്കൽ ആന്റിഡോട്ടിന് ഒരു എക്സാമ്പിൾ ഏതാണ്? സോഡിയം തയോസൾഫേറ്റ് കെമിക്കൽ ആന്റിഡോട്ടിന് എക്സാമ്പിൾ ആണ്. അതായത് ടോക്സിക് സയനൈഡിനെ നോൺ ടോക്സിക് തയോസൈനൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏജന്റ് ആണ് സോഡിയം തയോസൾഫേറ്റ്. അത് കെമിക്കൽ ആന്റിഡോട്ടിന് എക്സാമ്പിൾ ആണ്. മെക്കാനിക്കൽ ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എൻഹാൻസ് ചെയ്യുകയോ ചെയ്യുന്ന ഏജൻസ് ആണ് മെക്കാനിക്കൽ ആന്റിഡോട്ട്. ആക്ടിവേറ്റഡ് ചാർക്കോള് അതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് വിച്ച് എക്സ്പെൽ ബ്രോങ്കിയൽ സെക്രീഷൻസ് ആർ കോൾഡ്. ബ്രോങ്കിയൽ സെക്രീഷൻസ് എക്സ്പെൽ ചെയ്യുന്ന ഡ്രഗിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്ട്രിഞ്ചൻ, ആന്റിടെസീവ്, എമിറ്റിക്സ്,
എക്സ്പെക്ടോറന്റ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എക്സ്പെക്ടോറന്റ്. അപ്പൊ എക്സ്പെക്ടോറന്റിന്റെ എക്സാമ്പിൾ ആണ് അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം അയഡൈഡ് പോലുള്ള ഡ്രഗ്സുകൾ. ദെൻ ആസ്ട്രിഞ്ചൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കിൻ പ്രോട്ടീൻസുമായിട്ട് കോൺട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്കിൻ പ്രോട്ടീൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ടിഷ്യൂ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നവരാണ് ആസ്ട്രിഞ്ചൻസ് വരിക. ദെൻ ആന്റിടെസീവ്സ് എന്ന് പറഞ്ഞാലോ കഫ് സപ്രസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ആന്റിടെസീവ്സ്. എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് എമിറ്റിക്സ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർഗൈറിയ occurs due to the excessive deposition of dash in our body. ഏതിന്റെ ഡെപ്പോസിഷൻ മൂലമാണ് നമ്മുടെ സ്കിന്നിൽ ആർഗൈറിയ, അതായത് ഒരു ഡാർക്കനിങ് ഓഫ് ദ സ്കിന്ന് ഉണ്ടാവുന്നത്? ഗോൾഡ്, സിൽവർ, കോപ്പർ, ലെഡ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സിൽവർ. സിൽവർ ഡെപ്പോസിഷൻ വരുമ്പോഴാണ് നമുക്ക് ആർഗൈറിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഗോൾഡ് ഡെപ്പോസിഷന് പറയുന്ന പേരാണ് ക്രൈസിയാസിസ്. ഓക്കെ, ക്രൈസിയാസിസ്. കോപ്പർ അക്യുമുലേറ്റ് ചെയ്യുക, ബോഡിയിൽ കോപ്പർ അക്യുമുലേറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ് വിൽസൺ ഡിസീസ്. വിൽസൺ ഡിസീസ്. ആൻഡ് ലെഡ് അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലെഡ് പോയിസണിങ് ഉണ്ടാവുക, അത് നമ്മുടെ ഗംസിൽ ഒരു ബ്ലൂ ലൈൻ രൂപത്തിലാണ് കാണപ്പെടുക. അതിനെ നമ്മൾ ലെഡ് ലൈൻ എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവറിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? സെഫാലെക്സിൻ, ക്ലോർടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ, ക്ലോറാംബുസിൽ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്ലോറാംഫെനിക്കോൾ ആണ് ടൈഫോയിഡ് ഫീവറിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡ്രഗ് ഓഫ് ചോയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്രിമോക്സിസോൾ കൺസിസ്റ്റ് ഓഫ് ട്രൈമെതോപ്രിം ആൻഡ് സൾഫാമെതോക്സിസോൾ ഇൻ ദ റേഷ്യോ. അപ്പം ട്രൈമെതോപ്രിമും സൾഫാമെതോക്സിസോളും കോമ്പിനേഷൻ വരുന്ന റേഷ്യോ ആണ് കോട്രിമോക്സിസോൾ അല്ലെ. അതിന്റെ റേഷ്യോ പറയുന്നത് 1:2, 1:3, 1:4, 1:5. The correct answer is option D, 1:5. അതായത് 1 പാർട്ട് ട്രൈമെതോപ്രിമും 5 പാർട്ട് സൾഫാമെതോക്സിസോളും കൂടെ ചേരുന്ന കോമ്പിനേഷൻ ആണ് കോട്രിമോക്സിസോൾ. ഇതുപോലെ തന്നെ മറ്റൊരു കോമ്പിനേഷൻ ആണ് കോട്രിമസിൻ. എന്താണ് കോട്രിമസിനിലെ ഇൻഗ്രീഡിയൻസ് വരിക? ട്രൈമെതോപ്രിമും സൾഫാ ഡയസിനും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കോട്രിമസിൻസ്. ഇത് കൂടുതലും ഹ്യൂമനോടൊപ്പം തന്നെ വെറ്റിനറി മെഡിസിൻസിലും നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു കോമ്പിനേഷൻ ആണ് കോട്രിമസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂറോയുറാസിൽ ഈസ് എ. അപ്പോൾ ഇതൊരു ആന്റി നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു സൈറ്റോടോക്സിക് ഡ്രഗ് ആണ് ഫ്ലൂറോയുറാസിൽ. പ്യൂരിൻ അനലോഗ്, പിരമിഡിൻ അനലോഗ്, ടെറിഡിൻ അനലോഗ്, ഫോളിക് ആസിഡ് അനലോഗ്. മാസ്റ്റർ കി അക്കാദമിയുടെ സ്റ്റുഡൻസിന് കണ്ണടച്ച് ആൻസർ ചെയ്യാം, കാരണം നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂറോയുറാസിൽ എന്തിന്റെ അനലോഗ് ആണ്? പ്യൂരിൻ, പിരമിഡിൻ, ടെറിഡിൻ, ഫോളിക് ആസിഡ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പിരമിഡിൻ അനലോഗ് ആണ് വരിക അല്ലെ. പ്യൂരിൻ അനലോഗ് 6 മെർക്കാപ്റ്റോപ്യൂരിൻ, 6 തയോഗ്വാനിൻ, അസോതയോപ്രിൻ ഒക്കെയാണ് പ്യൂരിൻ അനലോഗ്സ് വരിക. ഇനി ഫോളിക് ആസിഡ് അന്റഗോണിസ്റ്റ് വരുന്നതോ മെത്തോട്രെക്സേറ്റ്, പ്രിമട്രിക്സിഡ് ഒക്കെയാണ് ഫോളിക് അനലോഗ്സ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടോടോക്സിസിറ്റി ആൻഡ് നെഫ്രോടോക്സിസിറ്റി ആർ ദ മെയിൻ അഡ്വേഴ്സ് എഫക്ട് ഓഫ് ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സ്, മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ്, അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ്, ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്സ്. അപ്പോൾ ഓട്ടോടോക്സിസിറ്റിയും നെഫ്രോടോക്സിസിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ സി അമിനോഗ്ലൈക്കോസൈഡ്സിന്റെ മെയിൻ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഓട്ടോടോക്സിസിറ്റി ഉണ്ടാക്കുന്നത്? കാരണം നമ്മുടെ 8th ക്രേനിയൽ നെർവിനെ അമിനോഗ്ലൈക്കോസൈഡ്സ് ഡാമേജ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിയറിംഗ് ലോസും വെസ്റ്റിബുലാർ ഡിസ്ഫങ്ഷനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ അമിനോഗ്ലൈക്കോസൈഡ്സ് നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിൽ അക്യുമുലേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഉണ്ടാവാം. സോ ഓട്ടോടോക്സിസിറ്റിയും നെഫ്രോടോക്സിസിറ്റിയും അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ. ആൽഫ അഡ്രിനർജിക് ബ്ലോക്കറിന് എക്സാമ്പിൾ ആണ് ടോളസോളിൻ, പ്രൊപ്രാനോലോൾ, റാക്ടലോൾ, എസിബ്യൂട്ടലോൾ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ടോളസോളിൻ. ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ആൽഫ ബ്ലോക്കേഴ്സിനെ നമുക്ക് നോൺ സെലക്റ്റീവ് എന്നും സെലക്റ്റീവ് ആൽഫ 1 എന്നും സെലക്റ്റീവ് ആൽഫ 2 എന്നും ക്ലാസിഫൈ ചെയ്യാം. അതിൽ ടോളസോളിൻ, ഫിനോക്സിബെൻസമീൻ, ഫെൻറ്റോളമീൻ ഒക്കെ നോൺ സെലക്റ്റീവില് വരുന്നതാണ്. ഇനി ആൽഫ 1 സെലക്റ്റീവില് വരുന്നതാണ് അൽഫുസോസിൻ, ഡോക്സാസോസിൻ, പ്രാസോസിൻ,
ടെമസോളിൻ, ടെറസോളിൻ. ഓക്കെ. നെക്സ്റ്റ് സെലക്റ്റീവ് ആൽഫ 2 അഡ്രിനർജിക് റിസപ്റ്റർ അന്റഗോണിസ്റ്റിന് എക്സാമ്പിൾ ആണ് യോഹിംബിൻ, മിർട്ടാസപ്പിൻ, ഐഡാക്സോസൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ എന്ന് പറയുന്നത് ടോളസോളിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സെക്കൻഡറി റിഡ്ജസ് പ്രസന്റ് ഇൻ ദ ഫെനൽ. ഫെനലിൽ പ്രസന്റ് ആയിരിക്കുന്ന സെക്കൻഡറി റിഡ്ജസിന്റെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. 4, 5, 6. No secondary ridges. The correct answer is option D, no secondary ridges. നമ്മുടെ ഫെനലിൽ പ്രസന്റ് ആയിരിക്കുന്ന റിഡ്ജസിന്റെ എമൗണ്ട്, അതായത് പ്രൈമറി റിഡ്ജസിന്റെ എമൗണ്ട് 5 ആണ് വരിക. അതും യെല്ലോ കളർ ആണ് വരിക. സെക്കൻഡറി റിഡ്ജസ് ആബ്സെന്റ് ആണ് നമ്മുടെ ഫെനലിൽ വരിക. ഫെനൽ അംബലിഫറി ഫാമിലിയിൽ വരുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയൂററ്റിക് ഡ്രഗ്? താഴെ പറയുന്നതിൽ ഒരു ഡയൂററ്റിക് ഡ്രഗ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. പുനർനാവ, ഗൂഗിൾ, കുർക്കുമ, കാസ്റ്റർ ഓയിൽ. ഇവിടെ ഒരു സ്ട്രോങ് ഡയൂററ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് ബൊറേവിയ ഡിഫ്യൂസ വരുന്ന പുനർനാവയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഗൂഗിളോ, അതായത് കമ്മിഫോറി വെയിറ്റിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഒലിയോറസിൻ ആണ് നമ്മളുടെ ഗൂഗിൾ എന്ന് പറയുന്നത്. അത് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി റൊമാറ്റിക്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലോവറിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഡ്രഗ് ആണ് ഗൂഗിള്. നെക്സ്റ്റ് കുർക്കുമ എന്ന് പറയുന്നത് കുർക്കുമ ലോഞ്ച. ഇറ്റ് ഹാസ് ആൻ ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി. കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പൊട്ടന്റ് കഥാർട്ടിക് അല്ലെങ്കിൽ ലാക്സേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏജന്റ് ആണ് കാസ്റ്റർ ഓയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പൈൻഡ് അംബലിഫറോൺ ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഫോർ. നമ്മുടെ കമ്പൈൻഡ് അംബലിഫറോൺ ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് ഏത് ഡ്രഗ് ആണ്? പെരിവിങ്കിൾ, ബിഷപ്സ് വീഡ്, ഡെവിൾസ് ഡങ്, സെന്റ് ജോൺസ് വാട്ട്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡെവിൾസ് ഡങ്. അതായത് അസാഫോയിറ്റയുടെ സിനോണിം ആണ് ഡെവിൾസ് ഡങ് വരുന്നത്. അപ്പം ഈ അസാഫോയിറ്റയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ കമ്പൈൻഡ് അംബലിഫറോൺ ടെസ്റ്റ് പോസിറ്റീവ് ആണ് കാണിക്കുക. ടെസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡ്രഗ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഫെറുലിക് ആസിഡിനെ കൺവേർട്ട് ചെയ്തിട്ട് അംബലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അംബലിക് ആസിഡ് വാട്ടർ ലോസ് ആയിട്ട് അംബലിഫറോൺ ആയിട്ട് മാറുന്നു. ഈ അംബലിഫറോണിന്റെ പ്രസൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് UV ലൈറ്റിന്റെ അണ്ടറിൽ ഒരു ബ്ലൂ ഫ്ലൂറസൻസ് കാണിക്കുമ്പോഴാണ്. സോ കമ്പൈൻഡ് അംബലിഫറോൺ ടെസ്റ്റിൽ പോസിറ്റീവ് ആവുന്നത് അസഫോയിറ്റിഡ അല്ലെങ്കിൽ ഡെവിൾസ് ഡങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിഡ്നോകാർപ്പിക് ആസിഡ് ഈസ് ദ മെയിൻ കോൺസ്റ്റുവന്റ് പ്രസന്റ് ഇൻ. ഹിഡ്നോകാർപ്പിക് ആസിഡ് ഏതിന്റെ മെയിൻ കോൺസ്റ്റുവന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗൈനോകാർഡിയ ഓയിൽ, എഡപ്സ് ലെയിൽ, കൊക്കോ ബട്ടർ, മാർഗോസ ഓയിൽ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗൈനോകാർഡിയ ഓയിൽ. ഗൈനോകാർഡിയ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ചൗൾമൂഗ്ര ഓയിലിന്റെ ഒരു സിനോണിമാണ്. ഗൈനോകാർഡിയ ഓയിൽ, ജംഗാലി ബദം കാ തേല്, ഹിഡ്നോകാർപ്പസ് ഓയിൽ, ഇതൊക്കെയാണ് ചൗൾമൂഗ്ര ഓയിലിന്റെ സിനോണിം വരിക. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റുവന്റ് വരിക ചൗൾമൂഗ്രിക് ആസിഡും അതുപോലെ ഹിഡ്നോകാർപ്പിക് ആസിഡുമാണ്. ഹിഡ്നോകാർപ്പിക് ആസിഡ് ഏകദേശം 48% ആണ് നമ്മുടെ കാസ്റ്റർ ഓയിലിൽ കാണപ്പെടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് ഡിജോക്സിൻ. ഡിജോക്സിന്റെ കൊമേഴ്ഷ്യൽ സോഴ്സ് ഏതാണ്? ഡിജിറ്റാലിസ് പർപ്യൂറെ, ഡിജിറ്റാലിസ് ലൂട്ടിയ, ഡിജിറ്റാലിസ് ലെനാറ്റ, ഡിജിറ്റാലിസ് തപ്സി. The correct answer is option B, option C, digitalis lenata. Digitalis lenata ആണ് നമ്മുടെ ഡിജോക്സിന്റെ കൊമേഴ്ഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റാലിസ് പർപ്യൂറ ഡിജിറ്റോക്സിന്റെ കൊമേഴ്ഷ്യൽ സോഴ്സാ വരിക. ഡിജിറ്റോക്സിന്റെ കൊമേഴ്ഷ്യൽ സോഴ്സ് ആണ് ഡിജിറ്റാലിസ് പർപ്യൂറ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാമിലി ഓഫ് കമ്മിഫോറ മുൾമുൾ. കമ്മിഫോറ മുൾമുളിന്റെ ഫാമിലി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ബുർസറേസിയെ, ലെഗുമിനോസിയെ, ജെൻഡിയാനേസിയെ, ലിലിയേസിയെ. കമ്മിഫോറ മുൾമുൾ എന്ന് പറയുന്നത് എന്താണ്? ദ മിറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് അല്ലെ. മിറിന്റെ സിനോണിം വരുന്നത് ഗമ്മിറ്, ബോള്, മിറ ഒക്കെയാണ്. അപ്പം ഈ സ്പീഷീസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഓപ്ഷൻ എ, ബുർസറേസിയ ഫാമിലിയിൽ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്.
Next question, sulfuric acid and fraud reagent with എമിറ്റിൻ ഗീവ്സ്. നമ്മുടെ ഇപ്പിക്കാക്കിൽ ഒരു മെയിൻ കോൺസ്റ്റുവന്റ് ആണ് എമിറ്റിൻ എന്ന് പറയുന്നത്. സോ എമിറ്റിൻ, സൾഫ്യൂരിക് ആസിഡ്, ഫ്രോഡ്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം മോളിബ്ഡേറ്റ് അല്ലെ, അതിനെയാണ് നമ്മൾ ഫ്രോഡ്സ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് എമിറ്റിൻ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് കളർ, ബ്രൈറ്റ് ഗ്രീൻ കളർ, pink to red color, yellow color. The correct answer is option B. ബ്രൈറ്റ് ഗ്രീൻ കളർ ആണ് നമുക്ക് എമിറ്റിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രൗ ഫിഗ് ഈസ് ദ സിനോണിം ഓഫ്. ക്രൗ ഫിഗ് എന്തിന്റെ സിനോണിം ആണ്? എർഗോട്ട്, ഗോഗ്രൂ, നട്ട്മെഗ്, നക്സ് വോമിക്ക. The correct answer is option D, നക്സ് വോമിക്ക. നക്സ് വോമിക്കയുടെ സിനോണിം ആണ് ക്രൗ ഫിഗ്, സെമൻ സ്റ്റുച്ചിനി, അതുപോലെ തന്നെ നക്സ് വോമിക്ക സീഡ്. Next question, Tinnavelli cinna consists of dried leaflet of Cassia obovata, Cassia auriculata, Cassia angustifolia, Cassia acutifolia. തിന്നവേലി സെന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സെന്ന അല്ലെങ്കിൽ കാഷ്യ സെന്ന, സെന്നാക്കി പാർട്ടി, ഇതെല്ലാം വരുന്നത് എന്തിന്റെ ലീഫ്ലെറ്റ് ആണ്? കാഷ്യ അൻഗസ്റ്റിഫോളിയ. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഇനി കാഷ്യ അക്യൂട്ടിഫോളിയ ആണെങ്കിൽ അലക്സാൻഡ്രിയൻ സെന്ന, ഈജിപ്ഷ്യൻ സെന്ന ഒക്കെ വരും അക്യൂട്ടിഫോളിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്ലൈക്കോസൈഡ് പ്രസന്റ് ഇൻ ദ സിൻകോണ. ക്യുനോവിൻ, സിൻകോണിൻ, നെറിഫോളിൻ, കാർബനക്സലോൺ. അപ്പൊ സിൻകോണയിൽ പ്രസന്റ് ആയിരിക്കുന്ന ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത് ക്യുനോവിൻ ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റമിക് ആന്റാസിഡ്സ്. ആന്റാസിഡ്സിന്, സിസ്റ്റമിക് ആന്റാസിഡ്സിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. The correct answer is option C, sodium bicarbonate ആണ് സിസ്റ്റമിക് ആന്റാസിഡ്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ലൂപ്പ് ഡയൂററ്റിക്സ്. നമ്മുടെ ഡയൂററ്റിക്സിനെ നമുക്ക് ലൂപ്പ് ഡയൂററ്റിക്സ്, തൈസൈഡ് ടൈപ്പ് ഡയൂററ്റിക്സ്, കാർബോണിക് അൺഹൈഡ്രേസ് ഡയൂററ്റിക്സ്, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ്, ഓസ്മോട്ടിക് ഡയൂററ്റിക്സ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ലൂപ്പ് ഡയൂററ്റിക്കിന് എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അസറ്റസോളമൈഡ്, സ്പൈറനോലാക്ടോൺ, ഹൈഡ്രോക്ലോറോതൈസൈഡ്, ടോർസിമൈഡ്. The correct answer is option D, ടോർസിമൈഡ്. ഫ്യൂറസിമൈഡ്, എഥാക്രനിക് ആസിഡ്, ടോർസിമൈഡ്, ഇതെല്ലാം ലൂപ്പ് ഡയൂററ്റിക്സിന് എക്സാമ്പിൾ ആണ്. ഹൈഡ്രോക്ലോറോതൈസൈഡ് എന്ന് പറയുന്നത് തൈസൈഡ് ടൈപ്പ് ഡയൂററ്റിക്സിന് എക്സാമ്പിൾ ആണ്. അസറ്റസോളമൈഡ് എന്തിന് എക്സാമ്പിൾ ആണ്? കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് സിറ്റസോളമൈഡ്. ഇനി പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സിലെ ആൽഡോസ്റ്റിറോൺ ആന്റഗോണിസ്റ്റ് ആണ് സ്പൈറനോലാക്ടോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റികോളിൻ എസ്റ്ററേസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് ഡിസീസസിൽ യൂസ് ചെയ്യുന്ന ഒരു ആന്റികോളിൻ എസ്റ്ററേസ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. എംബിനോണിയം, ഫൈസോസ്റ്റിഗ്മിൻ, എഡ്രോഫോണിയം, ടാക്രിൻ. The correct answer is option D, ടാക്രിൻ. ടാക്രിൻ, ഡോണപ്പസിൽ, റിവാസ്റ്റിഗ്മിൻ, ഗാലൻഡാമിൻ, ഇതെല്ലാം നമുക്ക് അൽഷിമേഴ്സ് ഡിസീസസിൽ യൂസ് ചെയ്യാവുന്നതാണ്. എഡ്രോഫോണിയം ആണെങ്കിലോ മൈസ്തീനിയ ഗ്രാവിസിന്റെ ഡയഗ്നോസ്റ്റിക് ഏജന്റ് ആണ് ഷോർട്ട് ആക്ടിംഗിൽ വരുന്ന എഡ്രോഫോണിയം. Next question, an example for alpha glucosidase inhibitor hypoglycemic drug. ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ് ക്ലാസിഫിക്കേഷനിൽ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ക്ലോർപ്രോപ്പമൈഡ്, ഗ്ലിപ്പിസൈഡ്, അക്കാർബോസ്, ഗ്ലിമിപ്രൈഡ്. ദ കറക്റ്റ് ആൻസർ ഈസ് അക്കാർബോസ്. അക്കാർബോസ് കൂടാതെ മിഗ്ലിറ്റോള്, വോഗ്ലിബോസ്, ഇതെല്ലാം തന്നെ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഗ്ലിപ്പിസൈഡും ഗ്ലിമിപ്രൈഡും ഒക്കെ സൾഫണൈൽ യൂറിയാസിനാണ് എക്സാമ്പിൾ വരിക. Next question, tranexamic acid is used in. Tranexamic acid മെയിൻ ആയിട്ട് എന്തിലാണ് യൂസ് ചെയ്യുന്നത്? മെനോറിയ, വീനസ് ത്രോംബോസിസ്, പൾമിനറി എംബോളിസം, സ്ട്രോക്ക്. ഈ ട്രാനക്സാമിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആന്റി ഫൈബ്രിനോലൈറ്റിക് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ
ഫൈബ്രിൻ ബ്രേക്ക് ഡൗണിനെ പ്രിവെന്റ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. സോ എക്സസീവ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കും. സോ നമ്മുടെ ഓപ്ഷനിൽ മെനോറിയ ആണ് അവിടെ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള കണ്ടീഷൻസിലൊക്കെ അങ്ങനെ ഒരു ആന്റി ഫൈബ്രിനോലൈറ്റിക് ഏജന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ വേഴ്സൺ ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. സോ മെനോറിയയിലാണ് നമ്മൾ ട്രാൻഎക്സാമിക് ആസിഡ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലിൻഡാമൈസിൻ ആക്ട് ബൈ. ക്ലിൻഡാമൈസിൻ എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം വരുന്നത്? 50S ribosomal inhibition, DNA gyrase inhibition, 30S ribosomal inhibition, mycolic acid synthesis inhibition. The correct answer is option A, 50S ribosomal inhibition. ക്ലിൻഡാമൈസിൻ കൂടാതെ 50S സബ്യൂണിറ്റിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ് മാക്രോലൈഡ്, ലിനിസോളിഡ്, ക്ലോറാംഫിനിക്കോൾ. പിന്നെ 30S സബ്യൂണിറ്റിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസ് ഏതൊക്കെയാണ്? ടെട്രാസൈക്ലിനും അമിനോഗ്ലൈക്കോസൈഡ്സും ആണ് 30S റൈബോസോമൽ ഇൻഹിബിഷൻ വരുന്നത്. DNA ഗൈറേസ് ഇൻഹിബിഷൻ വരുന്നത് ക്വിനലോൺസ് ആണ് DNA ഗൈറേസ് ഇൻഹിബിഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചീസ് റിയാക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് SSRIs, സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, മാവോ ഇൻഹിബിറ്റേഴ്സ്, ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ്, ഒപ്പിയോയിഡ്സ്. ചീസ് റിയാക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ ബി, മാവോ ഇൻഹിബിറ്റേഴ്സ്. അതായത് ചീസ് റിയാക്ഷൻ ഇറ്റ്സ് അതർവൈസ് കോൾഡ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് അല്ലെങ്കിൽ ടൈറമിൻ റിയാക്ഷൻസ്. അതായത് മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സും ടൈറമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഫോർ എക്സാമ്പിൾ ഏജഡ് ചീസസോ ക്യൂവേർഡ് മീറ്റ്സോ ഫെർമെന്റഡ് പ്രോഡക്ട്സോ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ടൈറമിന്റെ എമൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ടൈറമിന്റെ എമൗണ്ട് കൂടിയാൽ അവിടെ നോറെപ്പിനെഫ്രിൻ ലാർജ്ലി റിലീസ് ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു ഡേഞ്ചറസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് ചീസ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്നത്. സോ ചീസ് റിയാക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാവോ ഇൻഹിബിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, drugs or biological products which are used for the diagnosis or treatment of rare diseases are called as rare drug, prodrug, orphan drug, hit and run drugs. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്, അതായത് റെയർ ഡിസീസസിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ പ്രോഡക്ട്സിനെയാണ് നമ്മൾ ഓർഫൻ ഡ്രഗ്സ് എന്ന് പറയുക. ഓപ്ഷൻ സി, ഓർഫൻ ഡ്രഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the specific antidote for the methanol poisoning. മെഥനോൾ പോയ്സണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ഏതാണ്? ഡൈസൾഫിറാം, ക്ലോണിഡിൻ, ഫോമിപ്പിസോൾ, നാൽട്രക്സോൾ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫോമിപ്പിസോൾ. മെഥനോൾ പോയ്സണിങ്ങിൽ യൂസ് ചെയ്യുന്ന രണ്ട് ആന്റിഡോട്ട്സ് ആണ് ഫോമിപ്പിസോളും അതുപോലെ തന്നെ എഥനോളും. ഓക്കെ, ഫോമിപ്പിസോൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഈ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആണ് മെഥനോളിനെ കൺവേർട്ട് ചെയ്ത് ടോക്സിക് മെറ്റബോളൈറ്റ്സ് ആക്കി മാറ്റുന്നത്. സോ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഫോമിപ്പിസോൾ. സോ ഇറ്റ്സ് ദ ആന്റിഡോട്ട് ഓഫ് ദ മെഥനോൾ പോയ്സണിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യൂരിൻ ന്യൂക്ലിയോടൈഡ് ഹാവിംഗ് റാപ്പിഡ് ആൻഡ് ഷോർട്ട് ആന്റി അരിത്മിക് ആക്ഷൻ. റാപ്പിഡ് ആയിട്ടുള്ള എന്നാൽ ഷോർട്ട് ആയിട്ടുള്ള ആന്റി അരിത്മിക് ആക്ഷൻ തരുന്ന ഒരു പ്യൂരിൻ ന്യൂക്ലിയോടൈഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബ്രെറ്റിലിയം, അഡിനോസിൻ, ദിൽറ്റിയാസം, അമിയോഡറോൾ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അഡിനോസിൻ വരും. അഡിനോസിന്റെ ആക്ഷൻ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 10 to 20 seconds ആണ് വരിക. അതുപോലെ തന്നെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വിത്തിൻ സെക്കൻഡ്സിലാണ് ഇത് ആക്ഷൻസ് തരിക. So purine nucleoside that act as very rapid and short acting is called adenosine. Then Bretilio എന്ന് പറയുന്നത് ഒരു ക്ലാസ് 3 ഡ്രഗ് തന്നെയാണ്, പക്ഷെ ഇതെന്താണ്? നോട്ട് പ്യൂരിൻ ആണ്. ഡിൽറ്റിയാസം വരുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. അമിയോഡറോൺ വരുന്നത് ഓക്കെ, ഇതും ഒരു ആന്റി അരിത്മിക് തന്നെയാണ്, അമിയോഡറോണും. Next question, bin card is maintained by accountant, storekeeper, both A and B, branch manager. bin card മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓപ്ഷൻ ബി, സ്റ്റോർ കീപ്പർ തന്നെയാണ്. അതായത് പെർപെച്വൽ ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഒരു ബിൻ കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ
ഇൻവെൻട്രീസ് വരുമ്പോഴും അതുപോലെ തന്നെ നമുക്കവിടെ സ്റ്റോക്ക് സെയിൽ നടക്കുമ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് അവിടെ ഡോക്യുമെന്റ് ചെയ്തു വെക്കും. അതുകൊണ്ട് തന്നെ എപ്പം നോക്കിയാലും ആ ഒരു ലാസ്റ്റ് ലെവലിനെ കാണിക്കാൻ ഈ ബിൻ കാർഡ് ഹെൽപ്പ് ആവുന്നുണ്ട്. ബിൻ കാർഡ് കീപ്പ് അപ്പ് ചെയ്യുന്നത് സ്റ്റോർ കീപ്പർ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെവൽ ഈസ് ബിലോ ദ മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് കോൾഡ്. നമ്മുടെ മിനിമം സ്റ്റോക്ക് ലെവലിലേക്ക് താഴെ പോകുന്ന ലെവലിനെ എന്താണ് പറയുന്നത്? റീഓർഡർ ലെവല്, മാക്സിമം സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ, സേഫ്റ്റി ലെവൽ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡേഞ്ചർ ലെവൽ. അതായത് മിനിമം സ്റ്റോക്ക് ലെവലിന് താഴെ പോകുന്നതിനെയാണ് നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് റീഓർഡർ ലെവല്? ഈ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം ലെവലിന് തൊട്ട് താഴെ വരുന്നതാണ്. അപ്പം ഈ തൊട്ട് എബവ് വരുന്നതാണ്. മിനിമം റീഓർഡർ ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റോക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ റീഓർഡർ ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിൽ കീപ്പ് അപ്പ് ചെയ്യേണ്ട ഏറ്റവും അപ്പർ പൊസിഷൻ ആണ് അല്ലെ. അതിലും കൂടുതൽ നമ്മൾ അവിടെ സ്റ്റോക്ക് സേഫ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ദ റെക്കോർഡ് ഈസ് ദ ഫോളോയിങ് ടൈപ്പ്. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ റെക്കോർഡ് ഏത് ടൈപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബിൻ കാർഡ്, സ്റ്റോർ ലെഡ്ജർ, ഡേറ്റ കാർഡ്, ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ഇത് കുറച്ച് ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓപ്ഷൻ എയും ബിൻ കാർഡും അതുപോലെ തന്നെ സ്റ്റോർ ലെഡ്ജറും രണ്ടും പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ നമുക്ക് ആൻസർ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ദ സെയിൽ പ്രൊമോഷൻ? സെയിൽ പ്രൊമോഷനിൽ വരുന്ന ടെക്നിക്സ് ആണ് കൂപ്പൺ, ഫെയർ ആൻഡ് എക്സിബിഷൻ, ട്രേഡിംഗ് സ്റ്റാമ്പ് എല്ലാം തന്നെ. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിക്സഡ് ബാങ്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ്. മിക്സഡ് ബാങ്ക് എന്തിന്റെ കോമ്പിനേഷൻ ആണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്, സേവിംഗ് ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാങ്ക്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആൻഡ് സേവിങ്സ് ബാങ്ക്. നമ്മുടെ മാസ്റ്റർ ലാസ്റ്റ് കണ്ടക്ട് ചെയ്തിരുന്ന LSTD സ്പെഷ്യൽ ലൈവ്സിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ DSBMൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമായിരുന്നു ഈ മിക്സഡ് ബാങ്കിന്റെ കോമ്പിനേഷൻ. ഇതെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ കോമ്പിനേഷൻ ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഷോർട്ട് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക് ലോങ് ടേം ഫിനാൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ രണ്ടിന്റെയും ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സഡ് ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Next question, which of the following is not an ex officio member of the Pharmacy Council of India? Pharmacy Council of Indiaയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതായിരുന്ന ചോദിച്ചിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, ഡയറക്ടർ ഓഫ് ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ദ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ, ഡയറക്ടർ ഓഫ് ദ ഫാർമക്കോപ്പിയ ലബോറട്ടറി. കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഓപ്ഷൻ ഡി, ഡയറക്ടർ ഓഫ് ഫാർമക്കോപ്പിയ ലബോറട്ടറി ആണ് നമ്മുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്. Next question, the schedule of life period of drug is schedule Q, schedule A, schedule P, schedule C1. എന്താണ് ലൈഫ് പീരീഡിന്റെ ഷെഡ്യൂൾ പറയുന്നത്? ഓപ്ഷൻ ബി, ഷെഡ്യൂൾ പി ആണ് വരുന്നത്. ഷെഡ്യൂൾ ക്യൂ എന്താണ് വരുന്നത്? ഷെഡ്യൂൾ ക്യൂ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് കോൾട്ടാർ കളേഴ്സ് പെർമിറ്റഡ് ടു ബി യൂസ്ഡ് ഇൻ ദ കോസ്മെറ്റിക്സ് ആണ് ഷെഡ്യൂൾ ക്യൂ വരുന്നത്. ഇനി ഷെഡ്യൂൾ C1 ആണെങ്കിലോ ലിസ്റ്റ് ഓഫ് അതർ സ്പെഷ്യൽ പ്രോഡക്ട്സ് ആണ് ഷെഡ്യൂൾ C1 വരുന്നത്. ആൻഡ് ഷെഡ്യൂൾ എ വരുന്നത് നമ്മുടെ ലൈസൻസിലും അതുപോലെ തന്നെ ലൈസൻസിന്റെ ആപ്ലിക്കേഷനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോംസിനെ കുറിച്ച് വരുന്നതാണ് ഷെഡ്യൂൾ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് ദ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്, അതായത് DTABിൽ വരുന്ന DTABിന്റെ ചെയർമാൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ, Director Central Drug Laboratory Kolkata, the President Pharmacy Council of India, Director General of the Health Service. The correct answer is option D, Director General of the Health Service. DTABിൽ മൊത്തത്തിൽ 18 മെമ്പേഴ്സ് ആണ് വരിക. അതിൽ 8 എക്സ് ഒഫീഷ്യോ മെമ്പർ ഉണ്ട്, 5 ഇലക്റ്റഡ് മെമ്പർ ഉണ്ട്, 5 നോമിനേറ്റഡ് മെമ്പർ ഉണ്ട്. ഇതിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണ് ഇതിന്റെ ചെയർമാൻ. ഇനി
നമ്മുടെ DCC ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് DCGI ആണ്. അതായത് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് DCCയുടെ ചെയർമാൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഷുഡ് ഹാവ് ദ ഫോളോയിങ് നമ്പർ ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ്. നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിലെ ടോട്ടൽ ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് 6957. The correct answer is option A, 6 വരും. Next question, Schedule D as per DNC Act is concerned with list of drug exempted from the provision of import of drugs, diseases and ailment which drug may not purport to prevent or cure, requirement of factory premises, list of prescription drug. അപ്പോൾ ഷെഡ്യൂൾ ഡി കൺസേൺ ചെയ്യുന്നത് നമ്മുടെ ഇമ്പോർട്ടിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്രഗിനെയാണ്. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഇനി പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഡ്രഗ്സ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ജെ ഡ്രഗ്സുകളാണ്. ദെൻ റിക്വയർമെന്റ് ഓഫ് ഫാക്ടറി പ്രിമൈസസ് പറയുന്നത് ഷെഡ്യൂൾ എമ്മിലാണ് ഫാക്ടറി പ്രിമൈസസിന്റെ റിക്വയർമെന്റ്സ് പറയാം. ലിസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ എച്ച് ഡ്രഗ്സ് ആണ് ലിസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. Next question, if a drug contain color which is not prescribed is called. അപ്പോൾ അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കളറ് ആ ഒരു ഡ്രഗിൽ ഇല്ല എങ്കിൽ ആ ഡ്രഗിന് എന്താണ് പറയുക? സ്പ്യൂരിയസ് ഡ്രഗ്, മിസ്ബ്രാൻഡഡ് ഡ്രഗ്, വെറ്റിനറി ഡ്രഗ്, ഷെഡ്യൂൾ സി ഡ്രഗ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മിസ്ബ്രാൻഡഡ് ഡ്രഗ്. പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്യാത്ത അല്ലെങ്കിൽ ലേബലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ആ ഒരു കണ്ടന്റുമായിട്ട് ശരിയല്ലെങ്കിൽ അതിനെ നമുക്ക് മിസ്ബ്രാൻഡഡ് ഡ്രഗ് എന്ന് പറയാം. എന്താണ് സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ? മറ്റൊരു ഡ്രഗ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. അതിനെയാണ് നമ്മൾ സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ രജിസ്ട്രേഷൻ ആസ് എ ഫാർമസിസ്റ്റ്. അപ്പം നമുക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 21 ഇയേഴ്സ്, 16 ഇയേഴ്സ്, 18 ഇയേഴ്സ്, 17 ഇയേഴ്സ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 18 ഇയേഴ്സ്. അപ്പൊ നമുക്ക് വേണ്ട മിനിമം ഏജ്, ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 18 ഇയേഴ്സ് ആണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ വരുന്നത് മിനിമം ഡിഫാം ആണ് അതിന് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് നമുക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് ഇൻസ്പെക്ടർ ഈസ് അപ്പോയിന്റഡ് അണ്ടർ ദ ആക്ട് ഓഫ് 19 of the IPC, 21 of the IPC, 42 of IPC, 48 of IPC. ഡ്രഗ് ഇൻസ്പെക്ടർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അണ്ടർ ദ സെക്ഷൻ ഓഫ് 21 ഓഫ് ദ IPC. ഇനി സെക്ഷൻ 20യുടെ അണ്ടറിൽ വരുന്നത് ഗവൺമെന്റ് അനലിസ്റ്റ് ആണ് സെക്ഷൻ 20യുടെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് സാമ്പിൾ ടേക്കൺ ബൈ ദ ഡ്രഗ് ഇൻസ്പെക്ടർ ഫോർ അനാലിസിസ് ആർ സെൻഡിങ് ടു. നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടർ കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾസ് അനലൈസിങ്ങിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ദ ഡ്രഗ് കൺട്രോളർ, ഗവൺമെന്റ് അനലിസ്റ്റ്, കെമിക്കൽ അനലിസ്റ്റ്, ടെസ്റ്റിംഗ് ലബോറട്ടറി. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഗവൺമെന്റ് അനലിസ്റ്റ്. ഗവൺമെന്റ് അനലിസ്റ്റ് ആണ്. ഗവൺമെന്റ് അനലിസ്റ്റിലേക്കാണ് ഡ്രഗ് ഇൻസ്പെക്ടർ കളക്ട് ചെയ്തിട്ടിരിക്കുന്ന സാമ്പിള് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അയക്കുന്നത്. Next question, the schedule in DNC Act that deal with the standard of disinfectant fluids. Disinfectant fluids ന്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഷെഡ്യൂൾ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ എഫ്, ഷെഡ്യൂൾ ഒ, ഷെഡ്യൂൾ എം. അപ്പൊ ഡിസിൻഫെക്റ്റന്റ് ഫ്ലൂയിഡ്സിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ ഓയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ മിനിമം സ്പേസ് റിക്വയർഡ് ടു ഓപ്പൺ എ ന്യൂ ഡ്രഗ് സ്റ്റോർ? ഒരു ന്യൂ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മിനിമം സ്പേസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 90 to 100 സ്ക്വയർ ഫീറ്റ്, 150 to 250 സ്ക്വയർ ഫീറ്റ്, 50 to 150 സ്ക്വയർ ഫീറ്റ്, 100 to 300 സ്ക്വയർ ഫീറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് പറയാവുന്നത് ഏതാണ്? അതായത് ഒരു ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്വയർ മീറ്റർ വെച്ചിട്ടാണെങ്കിൽ 10 സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടാണെങ്കിൽ 100 സ്ക്വയർ ഫീറ്റും ആണ് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ 150 to 250യും 100 to 300ഉം കൺഫ്യൂസിങ് വരാം. അതായത് മിനിമം 108 വേണം അല്ലെ? സോ എന്തായാലും 100 വരില്ല. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
given the following which is not an ideal place for opening a new drugstore. ഒരു പുതിയ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐഡിയൽ അല്ലാത്ത ഒരു പ്ലേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെവലപ്പിംഗ് ഏരിയ, നിയർ ഹോസ്പിറ്റൽ, ഫ്ലോ ഓഫ് ട്രാഫിക്, ബിസിനസ് ലൊക്കാലിറ്റി. അപ്പം ഐഡിയൽ പ്ലേസ് അല്ലാത്തത് ഫ്ലോ ഓഫ് ട്രാഫിക് ആണ്. അതായത് ട്രാഫിക് പ്രോബ്ലം ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ പാർക്കിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. Next question, before allowing credit, which of the following essential information must be obtained about the client? നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ആ ക്ലയന്റിനെ കുറിച്ച് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം? ഹിസ് ക്യാരക്ടർ, ഹിസ് കപ്പാസിറ്റി, ഹിസ് ക്യാപിറ്റൽ, ഓൾ ഓഫ് ദീസ്. അവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇൻവെന്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽ, ഇൻ പ്രോഗ്രസ് ഗുഡ്സ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഓൾ ഓഫ് ദീസ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. അതായത് റോ മെറ്റീരിയൽസും പിന്നെ എല്ലാ സ്റ്റേജിലും വരുന്ന പ്രോഡക്ട്സുകളും പിന്നെ ഫൈനൽ വരുന്ന ഫിനിഷ്ഡ് പ്രോഡക്ട്സുകളും നമ്മുടെ ഇൻവെന്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയർ പാർട്സുകളും ഒക്കെ ഇൻവെന്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് നോൺ ആസ്. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഡ് ടൈമിലേക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് വരാതെ നമുക്ക് സാധനങ്ങൾ വിറ്റ് പോകുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു സേഫ് സ്റ്റോക്കിന് പറയുന്ന പേരാണ് ബഫർ ലെവൽ. ഓപ്ഷൻ എ, ബഫർ ലെവൽ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, നോർമൽ HbA1c ലെവൽ ഈസ് ഡാഷ് 7.6 to 8.6, 8.6 to 9.6, below 5.6, 9.6 to 10.6. ഇവിടെ നോർമൽ HbA1c ലെവൽ ബ്ലഡ് ഗ്ലൂക്കോസുമായിട്ട് റിലേറ്റ് ചെയ്താണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബിലോ 5.6 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഈസ് സ്റ്റേജ് 2 hypertensive if his BP is dash as per JNC 7 classification. JNC 7 ക്ലാസിഫിക്കേഷൻ പ്രകാരം സ്റ്റേജ് 2 ഹൈപ്പർടെൻസീവ് എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണ് വരിക? 125/80 mm of Hg, 135/85 mm of Hg, 145/95 mm of Hg, 165/105 mm of Hg. The correct answer is option D, 165/105 mm Hg ആണ് JNC 7 ക്ലാസിഫിക്കേഷൻ പ്രകാരം സ്റ്റേജ് 2 ഹൈപ്പർടെൻസീവ്. ഇവിടെ നോർമൽ വാല്യൂ പറയുന്നത് ലെസ് ദാൻ 120, ലെസ് ദാൻ 80 ആണ് പറയുന്നത്. അതുപോലെ പ്രീ ഹൈപ്പർടെൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 120/120 to 139, 80 to 89 ആണ്. പ്രീ ഹൈപ്പർടെൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 140 to 159 ആൻഡ് 90 to 99. ഇതാണ് സ്റ്റേജ് 1 ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേജ് 2 പറയുന്നത് 165/105 mm of Hg ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ കോക്ടെയിൽ ആന്റിഡോട്ട് റെഫർ ടു ദ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ്. എന്തിന്റെ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ കോമ കോക്ടെയിൽ ആന്റിഡോട്ട് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, നലക്സോൺ, ടാനിക് ആസിഡ്, നോറഡ്രിനാലിൻ. ഓപ്ഷൻ ബി, ഡെക്സ്ട്രോസ്, നലക്സോൺ, തയമീൻ. ഓപ്ഷൻ സി, ഐസോപ്രിനാലിൻ, മാഗ്നീഷ്യം ഓക്സൈഡ്, തയമീൻ. ഓപ്ഷൻ ഡി, അഡ്രിനാലിൻ, ഫോളിക് ആസിഡ്, നലക്സോൺ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെക്സ്ട്രോസും തയമീനും അതുപോലെ നലക്സോണും വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം. ശരിക്കും കോമ കോക്ടെയിൽ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് എമർജൻസി ട്രീറ്റ്മെന്റ് ആണ്. അൺകോൺഷ്യസ് പേഷ്യന്റ് അൺനോൺ കോസ് കാരണം അൺകോൺഷ്യസ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈഫ് സേവിങ് എമർജൻസി ട്രീറ്റ്മെന്റ് ആണ് കോമ കോക്ടെയിൽ. ഇവിടെ ഡെക്സ്ട്രോസ് ഹൈപ്പോഗ്ലൈസീമിയ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. B1 തയമീൻ, വൈറ്റമിൻ B1 ഇത് വെർണിക്സ് എൻസെഫലോപ്പതി പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. നലക്സോൺ ആണെങ്കിൽ ഒപ്പിയോയിഡ് ഓവർഡോസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ആന്റിഡോട്ട് ഫോർ ദ ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ്. ഓർഗാനോഫോസ്ഫേറ്റ്
ഫോസ്ഫേറ്റ് പോയിസണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ് എന്ന് പറയുന്നത് അസറ്റൈൽ കോളിൻ എസ്റ്ററൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും അതുവഴി അസറ്റൈൽ കോളിന്റെ എക്സസ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ് എന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആന്റി കോളിനർജിക്സ് ആണ്. ഓപ്ഷൻ എ ആന്റി കോളിനർജിക്സ് ആയിട്ടുള്ള അട്രോപ്പിൻ ആണ് യൂസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ റിയാക്ടിവേറ്റ് അസറ്റൈൽ കോളിൻ എസ്റ്ററേസ് ആയിട്ടുള്ള റാലിഡോക്സിമം യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറിയ ബ്രെത്ത് ടെസ്റ്റ് ഈസ് ടു ഡയഗ്നോസിസ്. ലാസ്റ്റ് ഇയർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്ത് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഈക്കോളി ഇൻഫെക്ഷൻ, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, എച്ച് പൈലോറി ഇൻഫെക്ഷൻ, ക്ലബ്സിയല്ല ന്യൂമോണിയ ഇൻഫെക്ഷൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എച്ച് പൈലോറി ഇൻഫെക്ഷൻ. എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. Next question, Limulus amoebocyte lysate test is used to detect bacteria, fungi, virus, pyrogens. Endotoxins ആയിട്ടുള്ള pyrogens ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ലൈസേറ്റ് ഫ്രം ദ ഹോഴ്സ്ഷൂ ക്രാബ്സ് ബ്ലഡ്. അതിന്റെ കൊയാഗുലേഷൻ ബാക്ടീരിയൽ എൻഡോടോക്സിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് കൊയാഗുലേറ്റ് ചെയ്യും. ആ ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. Next question, dash is considered as the suitable container for parenterals. Parenteralsന് suitable ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോഡ ലൈം ഗ്ലാസ്, സിലിക്ക ട്രീറ്റഡ് ഗ്ലാസ്, സോഡ ലൈം ട്രീറ്റഡ് ഗ്ലാസ്, ടൈപ്പ് 3 ഗ്ലാസസ്. ഇവിടെ നമ്മൾ പാരൻട്രൽസിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ടൈപ്പ് 1 ഗ്ലാസ് ആണ്. അതായത് ബോറോ സിലിക്കേറ്റഡ് ട്രീറ്റഡ് ഗ്ലാസസ് ആണ് നമ്മൾ പാരൻട്രൽസിൽ പ്രിഫർ ചെയ്യുക. ഇവ ഹൈലി കെമിക്കൽ റെസിസ്റ്റന്റ് ആണ്. സോ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. Next, the size of multiple dose container parenteral is limited to -ml by USP. USP പ്രകാരം മൾട്ടിപ്പിൾ ഡോസ് കണ്ടെയ്നറിന്റെ സൈസ് ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 25, 30, 40, 50. The correct answer is option 30 ml ആണ് വരിക. Next question, cryoprotectant is used in the parenteral as. ക്രയോപ്രൊട്ടക്റ്റന്റ് നമ്മൾ പാരൻട്രൽസിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ഫ്രീസിംഗ് ഡാമേജ്, ടു പ്രൊട്ടക്ട് ഫ്രം മൈക്രോ ഓർഗാനിസം, ടു സ്റ്റെബിലൈസ് ഫ്രം കെമിക്കൽ ഡീഗ്രഡേഷൻ, ടു പ്രിവെന്റ് ഇറിറ്റേഷൻസ്. ഇവിടെ നമ്മൾ പാരൻട്രൽസ് അതായത് വാക്സിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീസ് ചെയ്താണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഒരു വാക്സിൻ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കിന് അത് ഫ്രീസ് ആയി പോയാൽ അവിടെ ക്രിസ്റ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചറിനെ ലോവർ ചെയ്തുകൊണ്ട് ഫ്രീസിംഗ് ഡാമേജ് പ്രിവെന്റ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ക്രയോ പ്രൊട്ടക്റ്റന്റ് എന്ന് പറയുക. ഓപ്ഷൻ എ, ടു പ്രിവെന്റ് ഫ്രീസിംഗ് ഡാമേജ് ആണ് കറക്റ്റ് ആൻസർ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഗേഴ്സ്, അതുപോലെ ഗ്ലൈക്കോൾസ് ആയിട്ടുള്ള PEG, പിന്നെ അമിനോ ആസിഡ്സുകളൊക്കെയാണ് ക്രയോ പ്രൊട്ടക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Next question, systemic review of randomized control trial is an example of dash source of drug information. അതായത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ നടത്തിയിട്ട് അതിന്റെ സിസ്റ്റമാറ്റിക് റിവ്യൂ ഏത് സോഴ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറിജിനൽ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സെക്കൻഡറി ആണ്. ഈ കൺട്രോൾഡ് ട്രയൽസിന്റെ ADR റിപ്പോർട്ട്സുകളൊക്കെ ആണെങ്കിൽ അത് പ്രൈമറി വരും. സിസ്റ്റമാറ്റിക് റിവ്യൂ വരുന്നതും അതുപോലെ തന്നെ ഇൻഡെക്സസ് വരുന്നതും അബ്സ്ട്രാക്ട്സ് വരുന്നതും എല്ലാം തന്നെ സെക്കൻഡറി ആണ്. ടെറിഷറി സോഴ്സ് ആണെങ്കിലോ ടെക്സ്റ്റ് ബുക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ടെറിഷറിയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് എ WHO drug selection criteria to add new drugs into the drug formulary. Cost benefit ratio, single compound on the WHO essential drug list, കോമ്പിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പൊ നമ്മുടെ ഡ്രഗ് ഫോർമുലറിയിലേക്ക് പുതിയൊരു ഡ്രഗ് ആഡ് ചെയ്യുമ്പോൾ ക്രൈറ്റീരിയ അല്ലാതെ വരുന്നത് കോമ്പിനേഷൻ കോമ്പൗണ്ട് ആണ്. അതായത് നമ്മൾ മാക്സിമം സിംഗിൾ കോമ്പൗണ്ട്സ് മാത്രമേ ഡ്രഗ് ഫോർമുലറിയിൽ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഇൻ കേസ് ഹയർ ബെനിഫിറ്റ് കണ്ടാൽ മാത്രമാണ് കോമ്പിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ ഫോർമുലറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. Next question, usually who will be the chairman of pharmacy and therapeutic committee? PTCയുടെ ചെയർമാൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാർമസിസ്റ്റ്, ഫിസിഷ്യൻ, നഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ.
ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫിസിഷ്യൻ. ഇനി ഫാർമസിസ്റ്റ് ആരാണ്? അവിടുത്തെ സെക്രട്ടറി ആണ് ഫാർമസിസ്റ്റ് വരിക, ജോയിന്റ് സെക്രട്ടറി ആണ് നേഴ്സ് വരിക. Next question, pharmacy and therapeutic committee should meet regularly at least dash times in a year. അപ്പോൾ നമ്മുടെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി 1 ഇയറിൽ അറ്റ്ലീസ്റ്റ് എത്ര ടൈം മീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? 2, 4, 6, 8. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 6 ആണ്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇയറിൽ 6 ടൈംസ് ആണ് മീറ്റ് ചെയ്യുന്നത്. Next question, the complete floor stock system is an example of dash drug distribution. ഏത് ടൈപ്പ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷന്റെ എക്സാമ്പിൾ ആണ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം? ഇൻപേഷ്യന്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഔട്ട് പേഷ്യന്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ബോത്ത് എ ആൻഡ് ബി, ഇൻഡിവിജ്വൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇൻപേഷ്യന്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വാർഡിലുള്ള നഴ്സിംഗ് സ്റ്റേഷനിൽ തന്നെ ഡ്രഗ് സ്റ്റോർ ചെയ്യുകയും പേഷ്യന്റിന് ആവശ്യാനുസരണം അവിടുന്ന് തന്നെ കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇൻവെന്ററി കൺട്രോൾ ദ ടേം റിസർവ് സ്റ്റോക്ക് മീൻസ്. ഇൻവെന്ററി കൺട്രോളിൽ എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? നോർമൽ ലീഡ് ടൈം കൺസംഷൻ, എക്സസ് യൂസേജ് റിക്വയർമെന്റ് ഡ്യൂറിംഗ് നോർമൽ ലീഡ് ടൈം, സ്റ്റോക്ക് ഫോർ യൂസേജ് അറ്റ് നോർമൽ റേറ്റ്, മിനിമം സ്റ്റോക്ക് ടു ബി മെയിൻറ്റൈൻഡ്. ഇവിടെ എക്സസ് യൂസേജ് റിക്വയർമെന്റ് ഡ്യൂറിംഗ് നോർമൽ ലീഡ് ടൈം ആണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് എ കോസ് ഓഫ് ഫാർമക്കോഡൈനാമിക് ഡ്രഗ് ഇൻട്രാക്ഷൻ, ഓൾട്രേഷൻ ഇൻ ദ GI മോട്ടിലിറ്റി, എക്സസീവ് പ്രോട്ടീൻ ബൈൻഡിങ്, എൻസൈം ഇൻഡക്ഷൻ, റിസപ്റ്റർ സൈറ്റ് ഇൻട്രാക്ഷൻ. ദ കറക്റ്റ് ആൻസർ, അതായത് ഫാർമക്കോഡൈനാമിക് ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് റിസപ്റ്റർ സൈറ്റ് ഇൻട്രാക്ഷൻ ആണ്. മറ്റേതെല്ലാം തന്നെ ഫാർമക്കോകൈനറ്റിക് ഡ്രഗ് ഇൻട്രാക്ഷൻ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിഡ്രോവൽ ഓഫ് എ മെഡിസിൻ. ഒരു മെഡിസിൻ വിഡ്രോവലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ADR ഏതാണ്? ടൈപ്പ് A ADR, ടൈപ്പ് B ADR, ടൈപ്പ് E ADR, ടൈപ്പ് C ADR. ദ കറക്റ്റ് ആൻസർ ഈസ് ടൈപ്പ് E. അതായത് എൻഡ് ഓഫ് യൂസ് കൊണ്ടുണ്ടാവുന്ന ADRനെയാണ്, ഒരു ഡ്രഗ് എടുത്തിട്ട് അതിന്റെ വിഡ്രോവൽ സമയത്തുണ്ടാവുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ടൈപ്പ് E ADR എന്ന് പറയുന്നത്. എ എന്താണ്? ഓഗ്മെന്റഡ്, അതായത് ഡോസ് ഡിപ്പെൻഡന്റ് ആണ്. ഇനി ടൈപ്പ് B എന്ന് പറയുന്നത് ഡിസാരെ വരും അല്ലെ, അതായത് അൺപ്രഡിക്റ്റബിളും അതുപോലെ തന്നെ നോട്ട് റിലേറ്റഡ് ടു ഡോസ് ആണ് ടൈപ്പ് B വരാം. ടൈപ്പ് C ആണെങ്കിലോ ക്രോണിക് യൂസ് മൂലം ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ടൈപ്പ് C ADR എന്ന് പറയുക. ടൈപ്പ് D എന്ന് പറഞ്ഞാൽ ഡിലേഡ് അഡ്വേഴ്സ് റിയാക്ഷൻസ്. ആ ഒരു ഡ്രഗ് കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷം അല്ലെ, ചിലപ്പോൾ യൂസ് നിർത്തിയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞായിരിക്കാം ആ ADR കാണിക്കുക. അതിനെയാണ് നമ്മൾ ടൈപ്പ് D ADR എന്ന് പറയാ. ഇനി ടൈപ്പ് F എന്ന് പറയുന്നത് നമ്മുടെ തെറാപ്പി ഫെയിൽ ആയത് മൂലം ഉണ്ടാവുന്ന ADR ആണ് ടൈപ്പ് F വരിക. Next question, dash is an example of category X drug for the pregnancy. പ്രഗ്നൻസിയിൽ കാറ്റഗറി എക്സ് ഡ്രഗിന് എക്സാമ്പിൾ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഐസോട്രിറ്റിനോയിൻ, ഡോക്സിലമീൻ, ബിസാക്കൊഡയൻ, ഡോക്കുസേറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഐസോട്രിറ്റിനോയിൻ ആണ്. ഇത് നമ്മുടെ പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, കാരണം ഫീറ്റസിന് ഒരുപാട് ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഡോക്സിലമീൻ എന്ന് പറയുന്നത് നമ്മൾ നോസിയ വോമിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറി A ഡ്രഗ് ആണ് ഡോക്സിലമീൻ. ബിസാക്കൊഡയിലാണെങ്കിലോ ഇത് കാറ്റഗറി Bയോ Cയിലോ വരുന്ന, അതായത് ലോവർ റിസ്കിൽ വരുന്നതാണ് ഈ ബിസാക്കൊഡയിൽ വരുന്നത്. അതുപോലെ തന്നെ ഡോക്കുസേറ്റും ഒരു കാറ്റഗറി C ഡ്രഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുവർ ബയോഅവൈലബിലിറ്റി മീൻസ് ദ ഡ്രഗ് ഈസ് non-ionized drug, highly ionized drug, drug in amorphous form, salt of weakly acidic drugs. അപ്പോൾ പുവർ ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈലി അയണൈസ്ഡ് ഡ്രഗ് ആണ് പുവർ ബയോ അവൈലബിലിറ്റി കാണിക്കുക. ഏറ്റവും ബയോ അവൈലബിലിറ്റി കാണിക്കുക ഏത് ടൈപ്പാണ്? നോൺ അയണൈസ്ഡ് ഡ്രഗ് ആയിരിക്കും. അതുപോലെ തന്നെ അമോർഫസ് ഫോം എന്ന് പറയുമ്പോൾ അതിനൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന് ഈസി ആയിട്ട് സോൾബിലൈസ് ആവാനും ഫാസ്റ്റർ ഡിസൊല്യൂഷനും ഫാസ്റ്റർ ബയോ അവൈലബിലിറ്റി ആണ് അമോർഫസ് ഫോമിൽ വരാം. അതുപോലെ തന്നെയാണ് വീക്ക്ലി അസിഡിക് ഡ്രഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീക്ക്ലി ബേസിക് ഡ്രഗ് ആയിക്കോട്ടെ, അതിന്റെ സോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ അക്യൂസോലബിലിറ്റിയും ഡിസൊല്യൂഷൻ റേറ്റ് എൻഹാൻസ് ചെയ്യുന്നു. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ.
നമ്മുടെ LSTD ഫാർമസിസ്റ്റിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ലൈൻ ആന്റിഡോട്ട് ഫോർ ദ ബീറ്റ ബ്ലോക്കർ ടോക്സിസിറ്റി ഈസ്. ബീറ്റ ബ്ലോക്കർ ടോക്സിസിറ്റിയിൽ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോഗോൺ, തയമീൻ, പ്രാലിഡോക്സിൻ, EDTA. അപ്പം ഗ്ലൂക്കോഗോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ബീറ്റ ബ്ലോക്കർ ടോക്സിസിറ്റി ആന്റിഡോട്ട് ആയിട്ടാണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അപ്പം ഇത്ര ഉള്ളായിരുന്നു LSTD ഫാർമസിസ്റ്റ് എക്സാമിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. സോ മാസ്റ്റർ കീ അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക്